ഇന്ന് ഞാൻ ചോറിലേക്ക് വേണ്ടിയിട്ട് പരിപ്പും മുരിങ്ങാക്കായും വെച്ചിട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ കളർ പരിപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പരിപ്പാണ് എങ്കിൽ നമുക്ക് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഞാൻ അരക്കപ്പോളം പരിപ്പ് എടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് പരിപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നാളികേരമൊക്കെ അരച്ച് ചേർക്കുന്നതാണ്. നല്ലപോലെ കഴുകിയതിന് ശേഷം ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മുരിങ്ങാക്കായ ചേർത്ത് കൊടുക്കാം. ഒരു മുരിങ്ങാക്കായാണ് എടുത്തിട്ടുള്ളത്. എരിവിനായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കാവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. മുരിങ്ങാക്കായ വെന്ത് ഉടയൊന്നും ചെയ്യരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പരിപ്പൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ആ സമയം കൊണ്ട് മുരിങ്ങാക്കായും വെന്ത് കിട്ടും കേട്ടോ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് ഒരരപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ 1 കപ്പോളം നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ നല്ല ജീരകം പൊടിക്കാത്തതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടി ആയതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. ഇതിനകത്തുള്ള പരിപ്പും മുരിങ്ങാക്കായൊക്കെ ഒരുപോലെ കുക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് ചേർക്കാം. ഒത്തിരി അങ്ങ് ലൂസാക്കണ്ട, എന്നാൽ ഒത്തിരി അങ്ങ് ടൈറ്റും ആവണ്ട, കാരണം പരിപ്പ് കറി ആയതുകൊണ്ട് പെട്ടെന്ന് തിക്കായിട്ട് പോവും. നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പൊക്കെ പിന്നീടും നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ കറി ഒന്ന് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് കടു താളിക്കാനുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പരിപ്പ് മുരിങ്ങാക്കായും വെച്ചിട്ടുള്ള കറി. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഉപ്പൊക്കെ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.